നമ്മളെ നാട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ നാട് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തരങ്ങൾ ലോകത്ത് തന്നെ പ്രോഗ്രസീവായ എഡ്യൂക്കേഷണൽ കൾച്ചറുള്ള നാടുകൾ എടുത്തു നോക്കിയാൽ എന്നെയും നിങ്ങളെയും പോലത്തെ പുതുതലമുറയിലെ ലേണേഴ്സ് ഉൾപ്പെടെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്കിടയിൽ ഒരു സെൽഫ് പേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇന്ന് നമ്മൾക്കിടയിൽ വളരെ വളരെ കുറവാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ പഠിക്കുന്നവരാണ്, ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്താൽ സ്വപ്നം കാണുന്നവരാണ്. നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് സ്വപ്നം തീരുമാനിക്കുന്നവരുള്ള നാട് നമ്മുടേതാണ്. ഓരോ ദിവസവും കാണുന്ന റീലുകളും ഇൻസ്റ്റഗ്രാമിലെ പുതിയ പുതിയ വീഡിയോകളും നമ്മളെ ഇങ്ങനെ ദിശ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ കണ്ട സ്വപ്നമല്ല ഇന്ന് കാണുന്നത്. കാരണം ഈ പറയുന്ന രൂപത്തിൽ ആർക്കും എന്നെ ഏത് നിമിഷത്തിലും എൻ്റെ സ്വപ്നങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന, എൻ്റെ കരിയറിൻ്റെ ഡ്രീമുകളെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടാവുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും നമ്മുടെ സ്വയം ബോധ്യത്തോടുകൂടി എനിക്ക് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് കരിയറിനെ പ്ലാൻ ചെയ്യുന്ന, അങ്ങനെ ഒരു ഡയറക്ഷനോടുകൂടി സ്ട്രോങ്ങസ്റ്റ് ആയ ഒരു ഫൗണ്ടേഷൻ എഡ്യൂക്കേഷന് സെറ്റ് ചെയ്യുന്ന, കരിയറിന് സെറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്ര അപകടകരമായ രൂപത്തിൽ വർദ്ധിക്കുന്നത്. നമുക്ക് വേണ്ടത്, എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട ചില സൂചകങ്ങൾ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് ആവേശപൂർവ്വം കടന്നു ചെല്ലേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾക്ക് നമ്മുടെ വളർച്ച, നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഉയരം, നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഇതത്രയും തീരുമാനിക്കുന്നത് നമ്മളാണ്. നിങ്ങളല്ലാത്ത വേറൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളല്ലാത്ത വേറൊരാൾക്ക് നിങ്ങളെ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളല്ലാത്ത വേറൊരാൾക്ക് നിങ്ങളെ എംപവർ ചെയ്യാൻ കഴിയില്ല. എല്ലാവർക്കും ഇങ്ങനെ പലതരത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആശയങ്ങളൊക്കെ പറയാൻ പറ്റും. ആഫ്റ്റർ ഓൾ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റേണ്ടത്. നമ്മൾ പതിവ് രീതിയിൽ ക്ലാസ്സിലെ 55 വിദ്യാർത്ഥികൾ ഒന്നിച്ചു പഠിച്ചു മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ 55 പേരും നടന്നു പോകുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ, ആലോചിക്കുന്നത് പോലെ ഞാനും ചിന്തിച്ചാൽ ആ വഴിയിൽ ഞാൻ രക്ഷപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യത്യസ്തമായ ഒരു വഴി ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഫോണിന്റെ പ്രത്യേകത 17 തന്നെയാണ് രണ്ടും. എസ് ഓർണോ? 17ന്റെ ഒരു ബേസ് മോഡലാണ് ആദ്യത്തേത്, രണ്ടാമത്തെ പ്രോ വേർഷനാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 17ലേക്ക് ഒരു പ്രോഗ്രഷൻ ആളുകൾ ആഗ്രഹിക്കുന്നതിനാ? ആ കാണുമുള്ള ലുക്ക് മറ്റേ ഫോണിൽ നിന്ന് ഞാൻ എലവേറ്റ് ചെയ്തു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി എന്ന് ആളുകൾ തരുന്ന ഒരു റെപ്യൂട്ടേഷൻ, അതുകൊണ്ട് കിട്ടുന്ന ഒരു ബേസിക് ബ്രാൻഡിങ്, അതിനേക്കാൾ കിട്ടുന്ന ഒരു ആത്മസുഖം, ഇതൊക്കെയാണ്. ഈ 17, 16ൽ നിന്നോ 15ൽ നിന്നോ കാര്യമായി എക്സ്റ്റീരിയർ വ്യൂവിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു 17 പണം കൊടുത്ത് വാങ്ങി കയ്യിൽ പിടിക്കുന്നവരെ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കും. അവർ 17ലേക്ക് പോയിട്ടുണ്ടാവും, പക്ഷേ കൂടെ ഇരിക്കുന്ന ആരും നിങ്ങൾ 17 ഉപയോഗിക്കുന്നതെന്ന് പറയില്ല. ജനറേഷൻ നമ്മൾ അറിയാതെ വളരും. നിങ്ങളൊക്കെ ഇപ്പോൾ 17th ജനറേഷനിലോ അതിനപ്പുറത്തേക്കോ പോകാൻ പറ്റാവുന്ന രീതി നമ്മൾ ഗ്രോ ചെയ്യും. ക്ലാസ്സിൽ 55 പേരും പാസ്സാവും, സ്ഥാപനത്തിൽ 500 പേർക്കും ഡിഗ്രി കിട്ടും, നിങ്ങളുടെ കൂടെ പഠിച്ച എല്ലാവരും ക്വാളിഫൈഡ് ആവും. പക്ഷേ നിങ്ങൾ കുറച്ചു പേര് മാത്രമേ ഇങ്ങനെ ഒരു പ്രോ വേർഷനായി മറ്റുള്ളവർക്ക് കണ്ടാൽ അതിശയം തോന്നുന്ന രീതിയിൽ, കൗതുകം തോന്നുന്ന രീതിയിൽ, എക്സൈറ്റഡ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായ പെർഫോമൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ലഭിക്കുന്ന രീതിയിലേക്ക് പോകാൻ കഴിയുന്നവർ കുറച്ചു പേര് മാത്രമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ലക്ഷ്യം ഒരു ജനറിക് ആയ ഒരു വെർഷൻ ആവാനല്ല, ഒരു പ്രോ വേർഷനായി നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടീമായി, അല്ലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോൺട്രിബ്യൂട്ടറായി, ആ അർത്ഥത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു പോസിറ്റീവായ ഒരു പ്രതിഭയായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. അങ്ങനെ പറ്റുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നെക്സ്റ്റ് ലെവൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന, അടുത്ത ലെവലിലേക്ക് എലവേറ്റ് ചെയ്യാൻ പറ്റാവുന്ന, ഒരു കരിയറിസ്റ്റിക്കായ സ്വപ്നങ്ങളെ കീഴടക്കാൻ പറ്റാവുന്ന, വിദ്യാഭ്യാസം നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ജീവിതത്തെയും കരിയറിനെയും ഭദ്രമാക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റുക.